നിർമ്മാണത്തിലിരിക്കുന്ന ആലപ്പുഴ ബീച്ചിലെ മേൽപ്പാലത്തിലെ ഗർഡറുകൾ താഴെ വീണു. 4 ഗർഡറുകളാണ് താഴെ വീണത്. ഗർഡറുകൾക്ക് താഴെ ആളുകളുണ്ടോ എന്ന് സംശയം. ഇത് ഉയർത്തി മാറ്റാനുള്ള നീക്കത്തിലാണ് പോലീസ്. വിവരങ്ങളുമായി ഷാജഹാൻ ആലപ്പുഴയിൽ ചേരുകയാണ്. ഷാജി, അതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം അതിന്റെ താഴെ ആളുകൾ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്നതാണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? മനു, ദേശീയപാത വിഭാഗം നിർമ്മിക്കുന്ന നമ്മുടെ ആലപ്പുഴ ബൈപ്പാസിനോട് ചേർന്നിട്ടുള്ള സമാന്തര പാലത്തിന്റെ 4 ഗഡ്കറികളാണ് താഴെ വീണിരിക്കുന്നത്. ഇതിന്റെ താഴെ ആളുണ്ടോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നാട്ടുകാർക്കും മറ്റും ഉള്ളത്. പോലീസും സ്ഥലത്തെത്തിയിട്ടുണ്ട്. എന്തായാലും അല്പസമയം മുൻപാണ് സംഭവം നടന്നത്. സന്ധ്യ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമുക്കറിയാം ആയിരക്കണക്കിന് ആളുകളാണ് ആലപ്പുഴ ബീച്ച് കാണാനും മറ്റും എത്തുന്നത്. ഈ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ വലിയൊരു ദുരന്തമാകുമായിരുന്നു. ഈ സമയമായതുകൊണ്ട് തന്നെ ഇതിന്റെ അടിയിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു വിശ്വാസമാണ് പോലീസിനും നാട്ടുകാർക്കും ഒക്കെ ഉള്ളത്. എന്തായാലും ഇതിന്റെ അടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉയർത്തി മാറ്റുന്നതിനുള്ള നടപടികളിലേക്ക് ആ നടപടികൾ തുടങ്ങിയോ? എന്നാലും ഈ പറഞ്ഞതുപോലെ ആരും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതാം. പക്ഷേ സംശയമുള്ള സ്ഥിതിക്ക് അത് എത്രയും വേഗത്തിൽ അത് മാറ്റി പരിശോധിക്കണമല്ലോ. അതിനുള്ള നടപടികൾ തുടങ്ങിയോ? തീർച്ചയായിട്ടും ഇപ്പോൾ അവിടെ തന്നെ ഇവരുടെയൊക്കെ തന്നെ ഈ ജോലിക്കാര്, അയൽ സംസ്ഥാനത്തു നിന്നുള്ള ജോലിക്കാരൊക്കെ തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായിട്ട് മുൻപോട്ട് പോകുന്നത്. അവരൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. വലിയ ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ മാറ്റി ഇതിനടിയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നതിനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. എന്തായാലും വലിയ ഒരു അപകടമായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ ഭാഗ്യവശാൽ ആ സമയത്ത് ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ വലിയൊരു ദുരന്തം ഒഴിവായിരിക്കുകയാണ്. 4 നമുക്കറിയാം ആ ഭാഗത്തൂടെ. ഇനി എങ്ങനെയാണ് ഇനി മറ്റു കാര്യത്തിലേക്ക് വന്നാൽ ഇതെങ്ങനെയാണ് ഇത് ഇടിഞ്ഞു വീണത്? ദേശീയപാത അതോറിറ്റി അവർ ഇതിൽ നൽകുന്ന വിശദീകരണം എന്താണ്? മനു, അല്പസമയം മുൻപാണ് ഇതിന്റെ സംഭവം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരൊക്കെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അത്തരത്തിലുള്ള വിശദീകരണം ഒന്നും തന്നെ ദേശീയപാത വിഭാഗത്തിന്റെ ഭാഗത്തും ഉണ്ടായിട്ടില്ല. എന്തായാലും സംഭവം അറിഞ്ഞ് നാട്ടുകാരും പോലീസും ഒക്കെ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് ഇത്തരത്തിൽ വലിയൊരു ദുരന്തം സംഭവിക്കേണ്ടിയിരുന്ന ഒരു അപകടമായിരുന്നു ഇത്. പക്ഷേ ഭാഗ്യവശാൽ വലിയ ഒരു ഭാഗ്യമാണ് സംഭവിച്ചത്. കാര്യം ഈ പ്രദേശത്തൊക്കെ തന്നെ വലിയ തിരക്കാണ് നമുക്ക് വൈകിട്ട് 4 മണിക്ക് ശേഷമുള്ള സമയങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ബീച്ച് ബൈപ്പാസ് ആണോ ഷാജഹാൻ? ഇപ്പോൾ നിലവിലിരിക്കുന്ന ബീച്ച് ബൈപ്പാസിന് സമാന്തരമായി പണിയുന്ന പാലമാണോ? തീർച്ചയായിട്ടും ബീച്ച് ബൈപ്പാസിനോട് സമാന്തരമായിട്ട് അത് 4 വരിപ്പാതയാക്കുന്നതിന്റെ ഭാഗമായിട്ട് നേരത്തെ 2 വരിപ്പാത മാത്രമാണുള്ളത്. ഇപ്പോൾ 4 വരിപ്പാതയാകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ നിർമ്മാണ പ്രവർത്തനം നടന്നു വരുന്നത്. ആ ഭാഗമാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണിരിക്കുന്നത്. എന്തായാലും അതിന്റെ വരും വന്ന മണിക്കൂറുകൾ മാത്രമേ ഇത് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാവുള്ളൂ. എന്തായാലും നിലവിൽ ഉദ്യോഗസ്ഥരും മറ്റും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രെയിൻ ഉപയോഗിച്ച് ഇത് നീക്കം ചെയ്യുന്നുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. കൂടുതൽ വിദഗ്ധമായ പരിശോധന അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും. ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവിടുത്തെ ഗർഡറുകളാണ് താഴെ വീണത്. ഏതായാലും 4 ഗർഡറുകൾ താഴെ പതിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ആ പ്രദേശത്ത് ആ സമയത്ത് എന്നത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. പക്ഷേ എങ്കിൽ പോലും അതിനിടയിൽ ആളുകളുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ ക്രെയിൻ ഉപയോഗിച്ച് ഈ ഗർഡറുകൾ മാറ്റി പരിശോധന നടത്താനുള്ള തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഷാജിയ, ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. നമുക്കറിയാം കൂറ്റൻ ഗർഡറുകളാണ്, വലിയൊരു പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. കൂറ്റൻ ഗർഡറുകളാണ് ദേശീയപാതയുടെ ഭാഗമായിട്ട് അവിടെ ഉറപ്പിച്ചുകൊണ്ടിരുന്നത്. അതിനിടയിലാണ് ഇത് തകർന്ന് വീണത്. ആൾത്തിരക്കില്ലാത്ത സമയമായിരുന്നു എന്ന് പറയുന്നു. പക്ഷേ എങ്കിൽ പോലും എപ്പോഴും ആളുകൾ കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങളും നമുക്ക് ദൂരീകരിക്കേണ്ടതുണ്ട് ആ വിഷയത്തിൽ, അല്ലേ? തീർച്ചയായിട്ടും മനു, അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കാര്യം ഇതിന്റെ അടിയിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ അത് സംഭവം നേരിട്ട് കണ്ടവരാരും അതിനടിയിൽ ആളില്ല എന്ന് തന്നെയാണ് പറയുന്നതെങ്കിലും ഇനി പോലീസിന്റെ ഒരു വിലയിരുത്തൽ ആരെങ്കിലും കാരണവശാൽ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്രെയിനുകൾ ഉപയോഗിച്ചുകൊണ്ട് നീക്കം ചെയ്യാനായിട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന് അടിയന്തരമായ നടപടികളിലേക്ക് ദേശീയപാത വിഭാഗം പോവുകയാണ്. എന്തായാലും ഇതിന്റെ എന്ത് സംഭവിച്ചു കാര്യം നിർമ്മാണത്തിലെ അപകടങ്ങൾ തന്നെ ആയിരിക്കാം കാരണം ഇതിന്റെ ഇത്തരം ഒരു വലിയ അപകടത്തിന് കാരണം എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തായാലും അത് വരുന്ന മണിക്കൂറിൽ മാത്രമേ നമുക്ക് വ്യക്തമാകുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ പോലീസിന്റെ മറ്റു നിർദ്ദേശപ്രകാരം നീക്കം ചെയ്യാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി ഷാജഹാൻ.